വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസങ് ഗാലക്സി S8 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഈ ഒരു ഭാഷ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ചാർജിങ് പോർട്ട് ഉണ്ട്, പിന്നെ 3.5mm മൈക്ക് ഉണ്ട്, സ്പീക്കർ ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു നോർമൽ നമുക്ക് സംസാരിക്കാനുള്ള മൈക്ക് ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ഈ ഒരു പവർ ബട്ടൺ ഇപ്പോൾ ഡാമേജ് ആയിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ ഈ ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. ഈ സ്വിച്ച് ഡാമേജ് ആണ്. അത് ഉള്ളിലേക്ക് പുഷായി പോയി, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വർക്ക് ചെയ്യില്ല. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ബിഗ് സ്പീ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ വോളിയം റോക്കറും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മുകൾ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിമ്മിൻ്റെ റിജക്ട് ടൂൾ ഉണ്ട്, പിന്നെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ്റെ ഒരു മൈക്ക് ഉണ്ട്. അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഒന്ന് നോക്കാം. സ്ക്രീൻ നോക്കുകയാണെങ്കിൽ സ്ക്രീനിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഡാമേജ് ഉണ്ട്. ഇത് താഴെ ചാടിയതിന് ശേഷം സംഭവിച്ചൊരു ഡാമേജ് ആണ്. ഇത് സ്ക്രീനിന് ഡാമേജ് ഇല്ല, ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഒരു ഗ്ലാസ്സിന് മാത്രമാണ് ഡാമേജ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയൊരു പോർഷൻ ജസ്റ്റ് ഒന്ന് ബ്രേക്കായി പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ, പൊട്ടിപ്പോയിട്ടുണ്ട് ഇത്രയും സ്ഥലം. ഈ ഒരു പ്രശ്നമുണ്ട് ഇവിടെ സ്ക്രീനിന്. നമ്മളിതിന് സ്ക്രീൻ പ്രൊട്ടക്ഷനൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പീക്കർ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാമറ ആണെങ്കിലും നമുക്ക് വേറെ ക്യാമറയ്ക്ക് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സെൻസറെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്ലാഷ് ലൈറ്റ് സെൻസർ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആകെ നമുക്ക് ഈ ഒരു ഡാമേജ് മാത്രമാണ് വന്നിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. പെർഫോമൻസിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമറ അതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സിൽ പോവുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീനിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് ഒരുപാട് ഒരു കളറിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ താഴെയാണെങ്കിലും കുറച്ച് ഇതിൻ്റെ ഒരു വൈറ്റ്നെസ്സിൽ അങ്ങനെ വെള്ള കളർ വാങ്ങിയിട്ട് മാറിയൊരു ഷെയ്ഡ് ഇങ്ങനെ കളർ മാറിയിരിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മോഡ് മാറ്റിയിട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു പ്രശ്നങ്ങൾ അറിയാൻ പറ്റും, സ്ക്രീനിനകത്ത് വന്നിരിക്കുന്ന മാറ്റം. നമുക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മെനു കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ബ്രൈറ്റ്നെസ് എല്ലാം തന്നെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ബ്രൈറ്റ്നെസ് ആണ് ഇരിക്കുന്നത്. പിരിയൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. സെറ്റിങ്സ് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. സെറ്റിങ്സിനകത്ത് പിന്നെ വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡ് 9 വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത്. 22 ഓഗസ്റ്റ് 29 പിന്നെ ആപ്ലിക്കേഷൻസിലൊന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാം നല്ല ഫാസ്റ്റാണ്, ക്വിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അല്ലാണ്ട് വേറെ അങ്ങനെ മേജറായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടില്ല. ബാക്കി എല്ലാ ആപ്ലിക്കേഷനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷന് അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ക്യാമറയ്ക്കും അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. സ്പീക്കർ, ബാക്കി മൈക്രോഫോൺ എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ യാതൊരു അങ്ങനെ ഒരു മേജറായിട്ടുള്ള ഇഷ്യൂസും വന്നിട്ടില്ല. അപ്പോൾ 2025 ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ചില ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ എടുത്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യില്ല. അത് ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്, സോഫ്റ്റ്വെയർ പഴയതായതുകൊണ്ട്. അല്ലാണ്ട് വേറെ അങ്ങനെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഇപ്പോൾ ഞാൻ ഫുൾ ചാർജ് ചെയ്താണ് ബാറ്ററി യൂസേജ് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് യൂസേജ് വരുന്നത്. സ്ക്രീനും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പവർ മോഡ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. പെർഫോമൻസ് അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റോറേജ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം ഇത്ര സ്റ്റോറേജ് നമുക്ക് സ്പേസ് ഉണ്ട്. ഇനി 15 GB സ്പേസ് ഉണ്ട്. ഇത്രയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷനെല്ലാം അങ്ങനെ എക്സലൻ്റ് ആണ് പറയുന്നത്. മെമ്മറി ആണെങ്കിൽ നമുക്ക് ഏകദേശം പിന്നത്തെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും.
400 2.1 GB 4 GB റാമിൽ ഇപ്പോൾ 2.1 GB നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയും മെമ്മറി ബാലൻസ് വരുന്നുണ്ട്. അതിനകത്ത് ഇൻബിൽറ്റ് സോഫ്റ്റ്വെയർ മെക്കഫയുടെ ഇൻബിൽറ്റ് ആൻറ്റിവൈറസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, മാൽവെയറൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനുള്ളത്. സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്, നല്ലൊരു ഫോണാണ് എന്തായാലും. പക്ഷേ നമുക്ക് പുതിയ പുതിയ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചാൽ അത് കിട്ടില്ല. പക്ഷേ നമുക്കൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു പഴയ ടൈപ്പ് ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോണാണിത്. പക്ഷേ ഇത് നമുക്ക് യൂസ്ഡ് ഫോൺ എടുത്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ബാറ്ററീൻ്റെ ഒരു ചാർജാണ് മെയിനായിട്ട് പ്രശ്നം. പെട്ടെന്ന് ബാറ്ററി ഇറങ്ങും. അത്ര ഒരു ലോങ് ലൈഫ് ബാറ്ററി അല്ല, 3000 mAh ബാറ്ററി ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഫോണുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.